ഹലോ, വെൽക്കം ബാക്ക്. ഓക്കെ, ഇന്ന് നമുക്ക് കുറച്ചേറെ പോർഷൻസ് ഉണ്ട്. പക്ഷേ ഞാൻ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാതെയാണ് പോകുന്നത്. കാരണം നമ്മൾ ഓൾറെഡി വളരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ് 3 വീഡിയോസും ഉള്ളത്. അപ്പം അതേ റൂൾസ് തന്നെയാണ്. പക്ഷേ ചെറിയ കുറച്ചൊക്കെ എക്സെപ്ഷൻസ്, പിന്നെ അല്ലെങ്കിൽ ഇത് നമ്മൾ പഠിച്ചത് മുഴുവൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളാണ്. അതിനി ക്വസ്റ്റ്യൻസിലേക്കും അതുപോലെ തന്നെ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുകൾ, ഇമ്പരേറ്റീവ് സെൻറ്റൻസുകൾ അതിലേക്കൊക്കെ അപ്ലൈ ചെയ്യുന്നതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. പേരൊന്നും കേട്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട, വളരെ എളുപ്പമാണ്. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ റൂൾസൊക്കെ തറവാണെങ്കിൽ ഇതിന് നിങ്ങൾക്ക് ബോദർ ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഓക്കെ, സോ നമ്മൾ ലാസ്റ്റ് ഡേ അല്ലെങ്കിൽ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ 3 റൂൾസുകളൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഷിഫ്റ്റിനെ പറ്റി അറിയാം. അതുപോലെ തന്നെ നമുക്ക് പ്രൊനൗൺസിൻ്റെ ചേഞ്ചിനെ പറ്റി അറിയാം. ദെൻ ആഡ്വേർബ് ബേസ്ഡ് ഓൺ ടൈം ആൻഡ് പ്ലേസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദെൻ നമ്മൾ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ ആക്ടിവിറ്റിയും നോക്കിയായിരുന്നു. സോ ടുഡേ വി ക്യാൻ മൂവ് ഓൺ ടു ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസസ്. ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസസ് എന്ന് പറഞ്ഞ് പേരൊന്നും കണ്ടിട്ട് നമ്മൾ ബോധേഡ് ആവണ്ട. ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് പാർട്സ് ഓഫ് സ്പീച്ചിനകത്ത് ഇത് വന്നിട്ടുണ്ടാവും. ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ആണ്. സോ ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. WH ക്വസ്റ്റ്യൻസും ഉണ്ട്, yes or no ക്വസ്റ്റ്യൻസും ഉണ്ട്. WH ക്വസ്റ്റ്യൻസ് എന്ന പേര് വരാൻ കാരണം ദ ക്വസ്റ്റ്യൻ വേർഡ് ബിഗിൻസ് വിത്ത് W or H. അതുകൊണ്ടാണ് WH ക്വസ്റ്റ്യൻസ് എന്നുള്ള ആ ഒരു ഇത് വന്നത്, WH ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ WH ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസേഴ്സ് ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്. സോ അപ്പോൾ വൺ കാറ്റഗറി ആണ് WH ക്വസ്റ്റ്യൻസ്. അതർ കാറ്റഗറിയാണ് എസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. എസ് ഓർ നോ ക്വസ്റ്റ്യൻസിൽ നമ്മൾ സിമ്പിൾ എസ് ഓർ നോ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഡയറക്റ്റിൽ നിന്ന് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പം ചെറിയൊരു ഡിഫറൻസുകളുണ്ട്. അപ്പോൾ ആദ്യം നമ്മളിത് ഏത് ക്വസ്റ്റ്യൻ ആണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം, ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണെന്നുള്ളതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പം നമുക്ക് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് ആദ്യമായിട്ട് നമുക്ക് നോക്കുന്നത്. അപ്പോൾ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അത് ക്വസ്റ്റ്യൻ ആയിട്ട് വിതിൻ കൊട്ടേഷനിൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിനെ ആദ്യം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ക്വസ്റ്റ്യനെ സ്റ്റേറ്റ്മെൻ്റ് ആക്കി കൺവേർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എല്ലാ റൂൾസും ഉണ്ടല്ലോ, 3 റൂൾസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. 3 റൂൾസും ആപ്ലിക്കബിൾ ആണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി നമുക്കറിയാം സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു കണക്ടർ ഉണ്ടായിരുന്നു. എന്താണ് ഒരു കണക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നത്? ആണ്. അല്ല യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ കൊട്ടേഷൻ മാറ്റിയിട്ട് നമ്മൾ പകരം എന്തായിരുന്നു, ആയിരുന്നു ആഡ് ചെയ്യുന്നത് കണക്ടറായിട്ട്. പക്ഷെ നമ്മുടെ എസ് ഓർ നോ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേനും ഇഫ് അല്ലെങ്കിൽ വെദർ ആണ് കണക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് റിപ്പോർട്ടിംഗ് വേർബ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. റിപ്പോർട്ടിംഗ് വേർബ് പാസ്റ്റ് ആണോ ഫ്യൂച്ചർ ആണോ പ്രസൻ്റ് ആണോ എന്ന് നോക്കണമൊക്കെ നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ റിപ്പോർട്ടിംഗ് വേർബ് അതൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ എയ്തർ അത് ആസ്ക് അല്ലെങ്കിൽ എൻക്വയർ എന്നൊക്കെ ആക്കി മാറ്റണം. മിക്കപ്പോഴും സെഡ് ടു എന്നായിരിക്കും നമ്മളുടെ റിപ്പോർട്ടിംഗ് വേർബ് ഇൻഡയറക്റ്റിൽ വരുന്നത്. അപ്പോൾ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പം ആസ്ക് അല്ലെങ്കിൽ എൻക്വയർ എന്നുള്ള രീതിയിൽ റിപ്പോർട്ടിംഗ് വേർബ് മാറ്റി എഴുതണം. പിന്നെ വേറെ ചേഞ്ചസ് ഒക്കെ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. സോ നമുക്ക് 2 എക്സാമ്പിൾസ് നോക്കാം. നല്ല കൃത്യമായിട്ടുള്ള ആപ്റ്റായിട്ടുള്ള 2 എക്സാമ്പിൾസ് ആണ്. ഇത് കൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. So first example, she said to him, are you writing a poem? She said to him, are you writing a poem? So അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആർ യു റൈറ്റിംഗ് എ പോയത്തിന് രണ്ട് ആൻസേഴ്സ് ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നത്. യെസ്, ഐ എം റൈറ്റിംഗ് എ പോയം, അല്ലെങ്കിൽ നോ, ഐ എം നോട്ട് റൈറ്റിംഗ് എ പോയം. സോ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഷീ സെഡ് ടു ഹിം, ആർ യു റൈറ്റിംഗ് എ പോയം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഒന്നുമില്ല, സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മളുടെ ഈ പ്രോനൗണ് എസ് ഓർ നോ ക്വസ്റ്റ്യനിൽ, പ്രോനൗൺ അല്ലെങ്കിൽ നൗണ് എസ് ഓർ നോ ക്വസ്റ്റ്യനിൽ എപ്പോഴും സെക്കൻഡ് പൊസിഷനായിരിക്കും മിക്കപ്പോഴും വരിക. സെക്കൻഡ് പൊസിഷനിലായിരിക്കും പലപ്പോഴും വരിക. അപ്പോൾ നമുക്കത് ഫസ്റ്റ് പൊസിഷനിലേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ, ഇപ്പം ആർ യു എന്ന് പകരം യു ആർ എന്നാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റേറ്റ്മെൻ്റ് ആയി. ഓക്കെ, ആർ യു റൈറ്റിംഗ് എ പോയം എന്നുള്ളത് നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആക്കാൻ വളരെ എളുപ്പമാണ്. യു ആർ റൈറ്റിംഗ് എ പോയം, അതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെൻ്റായി യു ആർ റൈറ്റിംഗ് എ പോയം. യു ആർ റൈറ്റിംഗ് എ പോയം എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആകുമ്പോൾ ആലോചിക്കാം എന്തൊക്കെ കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രോനൗൺ ആണ്. യു ആർ റൈറ്റിംഗ് എ പോയം. യു എന്ന് പറയുന്നത് സെക്കൻഡ് പേഴ്സൺ ആണ്.
അപ്പം നമുക്കറിയാം നമ്മുടെ റിപ്പോർട്ടിംഗ് വേർബിൻ്റെ തൊട്ടടുത്തുള്ള ഒബ്ജക്റ്റിൻ്റെ അതേ ജെൻഡർ ആയിരിക്കും സ്വീകരിക്കുക എന്നുള്ള അറിയാം. സോ അപ്പോൾ യുവിന് പകരം ഹീ ആയിരിക്കും വരിക എന്നറിയാം. യു ആർ റൈറ്റിംഗ് എ പോയം ടെൻസ് വൈസ് നോക്കുകയാണെങ്കിൽ എന്താണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. സോ അത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആകും എന്നും നമുക്കറിയാം. യു ആർ റൈറ്റിംഗ് ആണ്. അപ്പോൾ യു എന്തായി മാറും? ഹീ ആയിട്ട് മാറിയും. സോ ഹീ ഈസ് റൈറ്റിംഗ് എ പോയം എന്ന് വരും നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. ഹീ ഈസ് റൈറ്റിംഗ് എ പോയം എന്നുള്ളതാവും. അപ്പോൾ എന്താവും? ഹീ വാസ് റൈറ്റിംഗ് എ പോയം എന്നുള്ള രീതിയിൽ കൺവേർട്ട് ചെയ്യും. ഓക്കെ. സോ ഷീ ആസ്ക്ഡ് ഹിം ഇഫ് ഹീ വാസ് റൈറ്റിംഗ് എ പോയം. ഇഫ് എങ്ങനെ വന്നു എന്നറിയാം. യെസ് ഓർ നോ ക്വസ്റ്റ്യനിൽ കണക്ടറായിട്ട് ആഡ് ചെയ്യുന്നത് ഇഫാണ്. ഇഫ് അല്ലെങ്കിൽ വെദർ. പിന്നെ സെഡ് ടു എന്ന് പറയുന്ന റിപ്പോർട്ടിംഗ് വേർബ് ക്വസ്റ്റ്യൻ ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ട് ആസ്ക് എന്നാക്കി മാറ്റി. ഓക്കെ, ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. ഇത് വേറൊരു കേസാണ്. ഡു വരുന്നതാണ്. ഡു ഉപയോഗിച്ച് നമുക്ക് എന്ത് പറയാം? ഡു ഉപയോഗിച്ച് നമുക്ക് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും. സോ അപ്പോൾ ഡു ഉപയോഗിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഐ സെഡ് ടു ഹർ ഡു യു നോ ദിസ് പേഴ്സൺ. ഡു യു നോ ദിസ് പേഴ്സൺ. അത് സ്റ്റേറ്റ്മെൻ്റ് ആക്കി മാറ്റാൻ വളരെ എളുപ്പമാണ്. ഡു അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഡുവിനെ പറ്റി നമുക്ക് ചിന്തിക്കേണ്ട. യു നോ ദിസ് പേഴ്സൺ എന്നാവും നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോഴത്തേനും. യു നോ ദിസ് പേഴ്സൺ. യു നോ ദിസ് പേഴ്സൺ ആകുമ്പോഴത്തേനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യു നോ ദിസ് പേഴ്സൻ്റെ നമുക്ക് കാര്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ കാര്യം സെക്കൻഡ് പേഴ്സൺ ആണ്. സോ അപ്പം യുവിൻ്റെ നമുക്ക് ജെൻഡർ ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പം അല്ല, ജെൻഡർ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുണ്ട്. ഐ സെഡ് ടു ഹർ. ഐ സെഡ് ടു റിപ്പോർട്ടിംഗ് വേർബ് സെഡ് ടു ആണ്. ഹർ ആണ് അതിൻ്റെ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. സോ അപ്പം ഷീ ആയിട്ട് മാറും. ഷീ നോ ദിസ് പേഴ്സൺ എന്നാണ്. സോ അപ്പോൾ ഷീ നോ ദിസ് പേഴ്സൺ സിമ്പിൾ പ്രസൻ്റ് ആണ്. അതെന്താക്കി മാറ്റണം? സിമ്പിൾ പാസ്റ്റ് ആക്കി മാറ്റണം. ഷീ ന്യൂ ദിസ് പേഴ്സൺ എന്നായിരുന്നു വന്നത്. എന്തായി മാറ്റണം? നമ്മുടെ ആഡ്വർബിൻ്റെ ടൈം ആൻഡ് ലൊക്കേഷൻ ബേസ് ചെയ്ത് നോക്കുമ്പോഴത്തേനും ദിസ് ബിക്കം ദാറ്റ്. ഷീ ന്യൂ ദാറ്റ് പേഴ്സൺ. ഐ എൻക്വയർഡ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയാം. ഐ ആസ്ക് പോലെ തന്നെയാണ്. നിങ്ങൾക്ക് ഇനി ഇപ്പോൾ ഇവിടെയൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ആസ്ക് എന്ന് തന്നെ ചോദിച്ചോ, കുഴപ്പമില്ല. ഐ എൻക്വയർഡ് ഹർ വെദർ ഷീ ന്യൂ ദാറ്റ് പേഴ്സൺ. ഓക്കെ. സോ അപ്പം എസ് ഓർ നോ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് WH ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. WH ക്വസ്റ്റ്യൻസ് ഹൂ, ഹൗ, വെയർ, വാട്ട്, ഹൂസ്, ഹിച്ച്, വൈ, ഹും എക്സെട്ര. ഇതൊക്കെയാണ് WH ക്വസ്റ്റ്യൻസ് ആയിട്ട് വരിക. അതിന് നമുക്ക് ഇഫോ വെദറോ കണക്ടറായിട്ട് യൂസ് ചെയ്യേണ്ട. ആ WH ക്വസ്റ്റ്യൻ തന്നെ ഏത് ക്വസ്റ്റ്യൻ വേർഡാണോ, വാട്ടാണോ, വെൻ ആണോ, വൈ ആണോ, ആ ക്വസ്റ്റ്യൻ വേർഡ് തന്നെയാണ് നമ്മുടെ കണക്റ്റീവായിട്ട് വരിക. അപ്പം നമുക്ക് ശ്രദ്ധിക്കാം. ഇതിനകത്തും മറ്റേ റൂൾസ് അപ്ലൈ ചെയ്യണം. എന്താ അത് ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇത് സ്റ്റേറ്റ്മെൻ്റ് ആക്കി മാറ്റണം. ക്വസ്റ്റ്യനെ സ്റ്റേറ്റ്മെൻ്റ് ആക്കി മാറ്റണം. കണക്റ്റീവായിട്ട് ആ ക്വസ്റ്റ്യൻ വേർഡ് തന്നെയായിരിക്കും വരുന്നത്. പിന്നെ നമ്മൾ ടെൻസ് മാറ്റണം. സ്റ്റേറ്റ്മെൻറ്റിനകത്ത് നമ്മൾ എങ്ങനെയാണ് റൂൾസ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ മാറ്റണം. അപ്പോൾ വെയർ ഡു യു ലീവ്? ഷീ ആസ്ക്ഡ് മീന വെയർ ഡു യു ലീവ്. ഷീ ആസ്ക്ഡ് മീന വെയർ തന്നെയാണ്. ഡു യു ലീവ് എന്നുള്ളതാണ് നമ്മുടെ ഡു വന്നാൽ നമുക്കറിയാം. ഡൂവിനെ അങ്ങ് കട്ടാക്കിയാൽ മതി. ഡു യു ലീവ് എന്നുള്ളതാണ്. അപ്പോഴത്തേനും യു ലീവ് എന്നുള്ളതാണ് നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എടുക്കുക. യു ലീവ് എന്ന് പറയുമ്പോഴത്തേനും യു ആണ്, സെക്കൻഡ് പേഴ്സൺ ആണ്. ഷീ ആസ്ക്ഡ് മീന എന്താണ്? മീന ഒരു സ്ത്രീയുടെ പേരാണ്. സോ ഷീ ലീവ് എന്ന് വരും. ഷീ ലീവ് എന്ന് പറയുന്നത് എന്താണ്? സിമ്പിൾ പ്രസൻ്റ് ആണ്. അത് നമ്മൾ സിമ്പിൾ പാസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം ഷീ ലീവ്ഡ്. ഓക്കെ. ഹി സെഡ് ടു യുവി ഹൗ ഡു യു റൈറ്റ് പോയംസ്. അപ്പം ഹി ആസ്ക്ഡ് യുവി. നമുക്കറിയാം ക്വസ്റ്റ്യൻ ആകുമ്പോൾ സെഡ് ടു ഉപയോഗിക്കാൻ പറ്റില്ല. ആസ്ക് യുവി ഹൗ ഡു യു റൈറ്റ് പോയം. ഡു കട്ട് ചെയ്തു. യു റൈറ്റ് പോയംസ് എന്ന് പറയുമ്പോൾ യു എഗെയിൻ വരുന്നു. സെക്കൻഡ് പേഴ്സൺ ആണ് നമുക്കറിയാം. സെക്കൻഡ് പേഴ്സൺ ആകുമ്പോഴത്തേനും റിപ്പോർട്ടിംഗ് വേർബിൻ്റെ തൊട്ടടുത്തുള്ള ഒബ്ജക്റ്റ് ഏതാണ്? യുവി ഒരു പുരുഷൻ്റെ പേരല്ലേ, ഒരു ചെറുക്കൻ്റെ പേരാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് യുവിന് പകരം അവിടെ എന്ത് വരും? ഹീ വരും. ഹീ റൈറ്റ് പോയംസ് എന്നാണ് വരിക. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചിന്തിക്കുമ്പം ഹീ റൈറ്റ്സ് പോയംസ്. അപ്പോൾ നമുക്കത് നമ്മുടെ സിമ്പിൾ പ്രസൻ്റ് ആണ്. സിമ്പിൾ പ്രസൻറ്റ് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റി ഹീ റോട്ട് പോയംസ്. ഹി ആസ്ക്ഡ് യുവി ഹൗ ഹീ റോട്ട് പോയംസ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡൂവിൻ്റെയും എന്താ പറയുക, അതുപോലെ തന്നെ നമ്മുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒരു ക്വസ്റ്റ്യൻ ടാഗ് യൂസ് ചെയ്യുന്നതിൻ്റെയൊക്കെ സെപ്പറേറ്റ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഈ വീഡിയോ നിൽക്കത്തില്ല, കുറേ ടൈം ആവും. അതുകൊണ്ടാണ് അത് പറയാത്തത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫൈൻ ട്യൂൺ ഇയർ ഇംഗ്ലീഷിനകത്ത് അത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പം ഞാനിത് ജസ്റ്റ് ടിപ്പ് എന്നുള്ള രീതി മാത്രമായി ഡു കട്ട് ചെയ്ത് എന്നൊക്കെ പറയുന്നത്. അല്ലാതെ ഡു ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സിമ്പിൾ പ്രസൻറ്റിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണ്, ഐ റൈറ്റ് എ പോയം എന്ന് പറയുമ്പോൾ ഐ ഡു റൈറ്റ് എ പോയം എന്നാണത് മെൻഷൻ ചെയ്യുന്നത്.
അതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഹീ റൈറ്റ്സ് എ പോയം, ഹീ ഡസ് റൈറ്റ് എ പോയം എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ഡൂനെ ഞാനിങ്ങനെ കട്ട് ചെയ്ത് കളയാമെന്നൊക്കെ പറയുമ്പോൾ അത് നിങ്ങൾ എളുപ്പത്തിന് വേണ്ടി മാത്രം പറയുന്ന കേട്ടോ. ഇതിൻ്റെ ഗ്രാമറ്റിക്കലി ഞാൻ പറഞ്ഞു തരുന്നതിൽ ചെറിയൊരു എററുണ്ട്. ഗ്രാമറ്റിക്കലി പറയുകയാണെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ കുറേ ഇതാവും. ഇത് ഞാൻ നിങ്ങൾക്ക് എങ്ങനെ അത് ട്രിക്കലി ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ മാത്രമാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. ഓക്കെ, സോ അപ്പോൾ നമ്മൾ എസ് ഓർ നോ ക്വസ്റ്റ്യൻസും പറഞ്ഞു, WH ക്വസ്റ്റ്യൻസും പറഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ആക്ടിവിറ്റിയിലേക്ക് പോവാം. ആക്ടിവിറ്റി നോക്കാം. വെയർ ഈസ് മൈ അംബർല? ഷി ആസ്ഡ് വെയർ നമുക്ക് അവിടം വരെ അറിയാം. അപ്പം ഈസ് മൈ അംബർല എന്ന് ഇപ്പം വെയർ ഈസ് മൈ അംബർല. ഓക്കെ, നമുക്കിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആൻസർ ഷീറ്റിൽ ഫസ്റ്റ് എഴുതുന്ന സെൻറ്റൻസ് എങ്ങനെയായിരിക്കും? മൈ അംബർല ഈസ് ഇൻ എന്നും പറഞ്ഞിട്ടല്ലേ എഴുതുന്നത്. സോ അത് തന്നെയാണ് നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്. കാരണം നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ WH ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം ആൻസർ അറിയില്ലായിരിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ആ ക്വസ്റ്റ്യനുമായിട്ട് ബേസ് ചെയ്ത സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ തുടങ്ങത്തുള്ളൂ. അപ്പോൾ അത് തന്നെയാണ് മൈ അംബർല ഈസ് ഇൻ. അതാണ് അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരിക. സോ മൈ അംബർല ഈസ് എന്നായിരിക്കും നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങുക. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ആ ക്വസ്റ്റ്യനെ നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് മാറ്റാം. വെയർ ഈസ് മൈ അംബർല സ്റ്റേറ്റ്മെൻ്റ് ആക്കി മാറ്റുമ്പോൾ എന്തായിരിക്കും? വെയർ മൈ അംബർല ഈസ്. ഓക്കെ, അപ്പോൾ ഷീ ആസ്ഡ് വെയർ ഈസ് മൈ അംബർല? വെയർ മൈ അംബർല ഈസ്. മൈ ആണ് വരുന്നത്. മൈ ഏതിൻ്റെ കേസിൽ വരുന്നതാണ്? ഫസ്റ്റ് പേഴ്സൺ ആണ്. ഐയുടെ പൊസീവിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ് മൈ, അല്ലേ? അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ ആണ്. ഫസ്റ്റ് പേഴ്സൻ്റെ റൂൾ എന്താണ്? ഫസ്റ്റ് പേഴ്സൺ ആകുമ്പോഴത്തേനും നമ്മൾ റിപ്പോർട്ടിംഗ് വേർബിൻ്റെ സബ്ജക്റ്റ് ആയിരിക്കും എടുക്കുന്നത്. സബ്ജക്റ്റിൻ്റെ ജെൻഡർ തന്നെയായിരിക്കും എടുക്കുന്നത്. അപ്പം ഷീ ആസ്ഡ് എന്ന് വരുന്നതുകൊണ്ട് ഷീയുടെ തന്നെയായിരിക്കും, ഷീയുടെ പൊസസീവ് ആയിട്ടുള്ള ഹെർ ആയിരിക്കും വരുന്നത്. ഷീ ആസ് വെയർ ഹെർ അംബർല ഈസ് നമുക്കറിയാം. ഇത് വെയർ മൈ അംബർല ഈസ് ഏത് ടെൻസ് ആണ്? പ്രസൻ്റ് ആണ്. അത് നമുക്ക് പാസ്റ്റിലേക്ക് മാറ്റണം. വെയർ ഹെർ അംബർല വാസ്. ഹൗ ആർ യു? മാർട്ടിൻ ആസ്ഡ് us ഹൗ യു ആർ എന്നുള്ളതായിരിക്കും നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്. ഹൗ ആർ യു നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആക്കി എങ്ങനെ മാറ്റാം? ഹൗ യു ആർ. അപ്പോൾ ഹൗ യുവിൻ്റെ നമുക്ക് റൂൾ അറിയാം. ആണ് വരുന്നത്. മാർട്ടിൻ ഒബ്ജക്റ്റ് ആണ് വരുന്നത്. സോ അപ്പം വരുന്നത് കൊണ്ട് നമുക്ക് യുവിൻ്റെ അവിടെ എന്താണ് വരിക? വി ആയിരിക്കും വരുന്നത്. ഹൗ വി ആർ എന്നാണ് വരുന്നത്. സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഹൗ വി ആർ, അത് നമ്മുടെ സിമ്പിൾ പ്രസൻറ്റ് സിമ്പിൾ പാസ്റ്റ് ആയിട്ട് മാറുമ്പോഴത്തേന് ഹൗ വി ആർ. He asked, do I have to do it? ഡു എന്നാൽ രക്ഷപ്പെട്ടെന്ന് കൂട്ടിയാൽ മതി. അതാ ഡൂവിനെ അങ്ങ് കട്ട് ചെയ്താൽ മതിയല്ലോ. He asked if. Do I have to do it? Yes or no question ആണ്. അപ്പോൾ if അല്ലെങ്കിൽ വെദർ ആഡ് ചെയ്യണം. He asked if I have to do it എന്നാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുമ്പോൾ. I have to do it ഏതാണ്? പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. സിമ്പിൾ പ്രസൻ്റ് ആണ്. ഐ ഹാവ് ടു ഡു ഇറ്റ് സിമ്പിൾ പ്രസൻ്റ് ആണ്. സോ അപ്പം നമുക്കപ്പം അത് സിമ്പിൾ പാസ്റ്റ് ആക്കി മാറ്റാം. ഹി ഹാഡ് ടു ഡു ഇറ്റ്. ഐ ഹാവ് ടു ഡു ഇറ്റ് എങ്ങനെയാണ് ഹി ഹാഡ് ടു ഡു ഇറ്റ് ആയെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഐ വരുമ്പോഴത്തേനും നമുക്ക് എന്താണ്? നമ്മുടെ റിപ്പോർട്ടിംഗ് വേർബിൻ്റെ തൊട്ടടുത്തുള്ള സബ്ജക്റ്റിൻ്റെ ജെൻഡർ ചൂസ് ചെയ്യണം. അവിടെ ഹി ആണ് വരുന്നത്. അതുകൊണ്ടാണ് ഹി ഹാഡ് ടു ഡു ഇറ്റ്. Where have you been? The mother asked her daughter. Where ഇതുവരെ നമുക്ക് എഴുതാൻ വളരെ എളുപ്പമാണ്. ഹാവ് യു ബീൻ എന്ന് പറയുമ്പോൾ യു ഹാവ് ബീൻ എന്നുള്ള രീതിയിൽ വേണം നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആക്കാൻ. യു ഹാവ് ബീൻ എന്നുള്ളതാണ് സ്റ്റേറ്റ്മെൻറ്റ്. യു വരുമ്പം റൂൾ അറിയാം. ഡോട്ടർ ആയിരിക്കും നമ്മുടെ ജെൻഡറായിട്ട് വരുന്നത്. അതുകൊണ്ട് ഷീ ആയിട്ട് മാറും. ഷീ ഹാവ് ബീൻ എന്നുള്ളത് നമുക്ക് കൺവേർട്ട് ചെയ്യണം. ഷീ ഹാവ് ബീൻ ഏത് ടെൻസാണ്? ഷീ ഹാവ് ബീൻ. അപ്പോൾ നമുക്ക് പ്രസൻ്റ് ആണ്. ഇത് പാസ്റ്റിലേക്ക് മാറ്റണം. വെയർ ഷീ ഹാഡ് ബീൻ. വിച്ച് ഡ്രസ് ഡു യു ലൈക്ക് ബെസ്റ്റ്? ഷീ ആസ്ക്ഡ് ഹർ ബോയ്ഫ്രണ്ട്. വിച്ച് ഡ്രസ് ഡു യു ലൈക്ക് ബെസ്റ്റ്? ഷീ ആസ്ക്ഡ് ഹർ ബോയ്ഫ്രണ്ട്. വിച്ച്. അപ്പോൾ നമുക്ക് ഇത് മാറ്റും. വിച്ച് ഡ്രസ് ഡു ഉള്ളത് കൊണ്ട് നമുക്ക് അതിങ്ങ് കട്ട് ചെയ്താൽ മതി. ഡ്രസ് യു ലൈക്ക് ബെസ്റ്റ് എന്നെടുത്താൽ മതി. യു വരുന്നു. എഗെയിൻ ബോയ് ഫ്രണ്ടിൻ്റെ ജെൻഡർ ഹീ എന്നുള്ളത് എടുത്തു. ഡ്രസ് ഹീ ലൈക്ക് നമുക്ക് പ്രസൻ്റ് ആണ്. അത് പാസ്റ്റ് ആക്കി മാറ്റണം. ലൈക്ക് ബെസ്റ്റ്.
വാട്ട് ആർ ദേ ഡൂയിങ്, വാട്ട് ആർ ദേ ഡൂയിങ്, വാട്ട് ആർ ദേ ഡൂയിങ്, ഷീ ആസ്റ്റ്. ഷീ ഓക്കെ, ഷീ ആസ്റ്റ് എന്ന് തന്നെ മതി. ഇത് ഇപ്പം നിങ്ങൾ കുറച്ചുകൂടെ അഡ്വാൻസ് ആയവരുടെയാണ് ഷീ വാണ്ടഡ് ടു നോ എന്നുള്ള രീതി കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെയാണെങ്കിലും മതി. ഷീ ആസ്റ്റ് വാട്ട് ദേ ആർ ഡൂയിങ് എന്നുള്ളതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത്. ദേ ആർ ഡൂയിങ്, ദേ ആർ ഡൂയിങ് എന്ന് വരുമ്പോഴത്തേനും ദേ ആർ ഡൂയിങ് ആയതുകൊണ്ട് ഇത് രക്ഷപ്പെട്ടു. എന്താണത്? തേർഡ് പേഴ്സൺ ആണ്, നമുക്കൊരു ചേഞ്ചും വരുത്തേണ്ടതില്ല. ദേ ആർ ഡൂയിങ്ങിൻ്റെ അപ്പോൾ ടെൻസ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ദേ സിമ്പിൾ പ്രസൻ്റ് ആയിരുന്നു, സോറി പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ദേ ആർ ഡൂയിങ് എന്നുള്ളത്. അത് നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആക്കാം. ദേ വയർ ഡൂയിങ്. ആർ യു ഗോയിങ് ടു ദ സിനിമ, ഹി ആസ് മീ. ആർ യു ഗോയിങ് ടു ദ സിനിമ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്കറിയാം. അപ്പം യു ആർ ഗോയിങ് ടു ദ സിനിമ എന്നുള്ളതാണ് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരുമ്പം. യു വരുമ്പോഴത്തേനും ആസ് മീ, മീ 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 എന്ന് പറയുന്നത് എന്താണ്? മീ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നു, അത് ഫസ്റ്റ് പേഴ്സൺ ആണ്. അപ്പം ഐ ആയിട്ടായിരിക്കും വരുന്നത്. ഐ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ആർ യു ഗോയിങ് ടു ദ സിനിമ, ഹി വാണ്ടഡ് ടു നോ ഇഫ്. എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആകുമ്പം ഇഫ് അല്ല വെദർ വേണം. ഐ വാസ് ഗോയിങ് ടു ദ സിനിമ, ഐ വാസ് ഗോയിങ് ടു ദ സിനിമ. ദ ടീച്ചർ ആസ് ഹൂ സ്പീക്സ് ഇംഗ്ലീഷ്. ഹൂ സ്പീക്സ് ഇംഗ്ലീഷിൽ നമുക്ക് വളരെ എളുപ്പമാണിത്. ദ ടീച്ചർ ആസ് അല്ലെങ്കിൽ ടീച്ചർ വാണ്ടഡ് ടു നോ, അത് വരണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ആസ്റ്റ് തന്നെ മതി. ഹൂ സ്പീക്സ് ഇംഗ്ലീഷ്, സ്പീക്സ് ഇംഗ്ലീഷ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് പാസ്റ്റ് ടെൻസിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്താൽ മാത്രം മതി. സ്പീക്കിൻ്റെ പാസ്റ്റ് എന്താണ്? സ്പോക്ക്, സ്പോക്ക് ഇംഗ്ലീഷ്. വളരെ എളുപ്പമായിരുന്നത്. ഹൗ ഡു യു നോ ദാറ്റ്, ഷീ ആസ് മീ. ഷീ ആസ് മീ ഹൗ ഡു കട്ട് ചെയ്യുക. യു നോ ദാറ്റ് എന്നുള്ളതാണ്. യു നമുക്ക് ഒബ്ജക്റ്റ് എടുത്തിട്ടുണ്ട്, മീ ആണ് വരുന്നത്. അപ്പം ഐ ആണ് നമുക്ക് എടുക്കാം. ഐ നോ ദാറ്റ്, ഐ നോ ദാറ്റ് എന്നുള്ളതാണ്. അത് നമുക്ക് പാസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്താൽ ഐ ന്യൂ ദാറ്റ്. ഹാസ് കാരൻ ടോക്ക് ടു കെവിൻ, മൈ ഫ്രണ്ട് ആസ് ടു മീ. മൈ ഫ്രണ്ട് ആസ് മീ ഇഫ്. ഹാസ് കാരൻ ടോക്ക് ടു കെവിൻ എന്നുള്ളത് എസ് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. സോ അപ്പോൾ കാരൻ ഹാസ് ടോക്ക് ടു കെവിൻ എന്നുള്ള രീതിയിൽ നമുക്ക് എടുത്താൽ മതി. അപ്പോൾ അത് നമ്മൾ സ്റ്റേറ്റ്മെൻ്റ് ആക്കി മാറ്റുമ്പോൾ കാരൻ ഹാസ് ടോക്ക് ടു കെവിൻ, അതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് കാരൻ ഹാസ് ടോക്ക് ടു കെവിൻ എന്നുള്ളത് സ്റ്റേറ്റ്മെൻ്റ് ആക്കി. അതിൻ്റെ ടെൻസ് ഷിഫ്റ്റ് വരുമ്പോഴത്തേന് എന്തായി? കാരൻ ഹാസ് എന്താവും? ഹാഡായി മാറും. ഓക്കെ, ഇഫ് കാരൻ ഹാഡ് ടോക്ക് ടു കെവിൻ. എനിക്കറിയാം ഈ ആക്ടിവിറ്റി നിങ്ങൾക്ക് കുറച്ചൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവുമെന്ന്. ഡോണ്ട് വറി, നമുക്കിത് വളരെ ഇപ്പം നമ്മൾ ജസ്റ്റ് റിവിഷൻ മാത്രമല്ലേ ഉള്ളൂ. നമുക്കതുകൊണ്ട് അത് ഓർത്തൊന്നും നിങ്ങൾ ബോധേഡാവുകയും വേണ്ട. നമുക്കിത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കേണ്ടതാണ്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഡൗട്ട്സും ഉണ്ടായിരിക്കുകയില്ല. ഫൈൻ ട്യൂൺ യുവർ ഇംഗ്ലീഷ് കഴിയുമ്പോൾ നിങ്ങളുടെ ഈ റിപ്പോർട്ടഡ് സ്പീച്ച് ഏകദേശം തറവാകും. അപ്പം നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ഇനി 2 പോർഷനും കൂടെ ഉള്ളൂ. ഇമ്പെരറ്റീവ് സെൻറ്റൻസുകളും ദെൻ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസും. അത് നമുക്കൊരു കുഞ്ഞു വീഡിയോ കൊണ്ട് കൂടി നമുക്ക് ഈ സെഷൻ, ഈ റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ ഈ സെഷൻസ് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.